പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചേലച്ചോടിനൊരു യാത്ര കേട്ടോ. ചേലച്ചോട് എന്ന് പറയുമ്പോൾ അറിയാം, ഇടുക്കിയിൽ നമ്മുടെ കട്ടപ്പന റൂട്ടിലെ ഒരു ചെറിയ ഒരു സിറ്റികളിലൊന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സാധാരണ ചേലച്ചോടിന് പോകുന്നത് സാധാരണ നമ്മൾ നേര്യമംഗലം എന്ന് പറഞ്ഞാൽ കോതമംഗലം വഴി ആണെങ്കിലും തൊടുപുഴ വഴിയാണെങ്കിൽ നമ്മൾ ഊന്നുകല്ല് ചാടിയിട്ട് നേര്യമംഗലം എത്തിയിട്ട് നേര്യമംഗലത്ത് നിന്ന് ചേലച്ചോടിന് പോവുകയാണ് പതിവ്. പക്ഷേ ഇന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ യാത്ര നമ്മൾ നേരെ വണ്ണപ്പുറത്ത് എത്തിയിട്ട് വണ്ണപ്പുറത്ത് നിന്ന് ചേലച്ചോടിന് ഉള്ള യാത്രയിലെ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ. കുറേ ചെങ്കുത്തായിട്ടുള്ള കയറ്റങ്ങൾ, കുറേ മലകൾ, അവിടെ കുറേ ഒരു പക്ഷേ കുടിയേറ്റ കർഷകരാവാം. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ, നമ്മൾ സാധാരണ ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും വനങ്ങളുടെ കാഴ്ചകളാണ്. ശരിക്കും നമ്മൾ നേരേക്കുന്ന് ചേലച്ചോടിനോ മൂന്നാറിനോ ഒക്കെ കയറി പോകുമ്പോൾ രണ്ട് സൈഡിലും വനത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാനുള്ളത്. പക്ഷേ ഈ ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ, അതായത് ഈ വണ്ണപ്പുറത്തുള്ള ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് സൈഡിലും ജനവാസ പ്രദേശങ്ങളാണ്. ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ കുടിയേറി താമസിച്ച ഒരു പ്രദേശമായിരിക്കാം ഇത്. പക്ഷേ എനിക്ക് തോന്നുന്നു 2000-ന് ശേഷം എപ്പോഴൊക്കെയാണ് ഇതുപോലെ വലിയ രീതിയിൽ റോഡ് ഡെവലപ്പായി വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത് ഇത്രയും വലിയ കയറ്റങ്ങളൊക്കെയുള്ള ഒരു സ്ഥലങ്ങളായതുകൊണ്ട് ഇവിടുത്തെ റോഡ് പണിയാനും സാധനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഇതുണ്ടോ, നല്ലൊരു താഴ്വാരത്തിൻ്റെ കാഴ്ചകളുണ്ടോ, നല്ല അടിപൊളി കോടയൊക്കെ വീണ് കിടക്കുന്ന കാഴ്ചകൾ. അതുപോലെ ഒരു 3-4 ഹെയർ പിൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, 4, 5, 6 മറ്റോ ഹെയർ പിൻ ഉണ്ട്. ഞാൻ കുറേ നേരമായിട്ടോ, ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളമായിട്ട് ഈ ഒരൊറ്റ മല കയറിക്കൊണ്ടിരിക്കുക. അതായത് വണ്ടി സെക്കൻഡ് ഗിയറിൽ നിന്ന് വേറൊരു ഗിയറിലേക്ക് മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു കയറ്റമാണ്. വണ്ണപ്പുറം കഴിഞ്ഞൊരു 3-4 കിലോമീറ്ററോട്ട് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ കയറ്റമാണ് ഇത്. എന്തോരം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വഴിയാണ് ഞാൻ വന്നിരുന്നത്. കാര്യം കട്ടപ്പനയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഈ ഒരു വഴിക്കാടെ പോകണ, അതായത് വെൺമണി, പിന്നെ പഴയരിക്കണ്ടം, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ, കഞ്ഞിക്കുഴി ഒക്കെ ഈ റൂട്ടിലാണ്. അപ്പോൾ അതിലുള്ള ബസ്സുകൾ, KSRTC പ്രൈവറ്റും ഒക്കെ ബസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇതിൽ പോരാനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതേതായാലും ഞാൻ ഇപ്പോൾ ഇന്ന് ആ കാലത്ത് എങ്ങനെ ഈ വഴിക്ക് വന്നപ്പോൾ ചേലച്ചോടിന് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ എന്നാൽ ശരി, പിന്നെ ഈ പ്രാവശ്യത്തെ യാത്ര ഇതിലാകട്ടെ എന്ന് വിചാരിക്കുകയായിരുന്നു. ഏതായാലും ഒട്ടും നഷ്ടമായിട്ടില്ല ഇതിൽ. ഇപ്പോൾ നമ്മൾ വന്നെങ്കിലും ഒട്ടും നഷ്ടമായിട്ടില്ല. അതുപോലെയുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. മറ്റേ റൂട്ടിൽ പോയാലും കാഴ്ചകളാണ്. പക്ഷേ അത് നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ അതിൽ പോയി ഇപ്പോൾ ശരിക്കും മടുപ്പിക്കുന്ന കാഴ്ച എന്നൊക്കെ പറയാം. പക്ഷേ ആ സൈഡിലേക്കൊന്നും പോയാൽ ഒരിക്കലും മടുപ്പിക്കുന്ന കാഴ്ചകളല്ല കേട്ടോ. ഇഷ്ടംപോലെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് അത്. അപ്പോൾ ഇത് വേറൊരു രീതിയിലല്ല. അതായത് നമ്മുടെ ഈ മിക്കവാറും റോഡിൻ്റെ 2 വശങ്ങളിലും ജനവാസ പ്രദേശങ്ങളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ കുറേ കൃഷിയിടങ്ങളുടെയും റോഡ് സൈഡിലൊക്കെ കൃഷിയിടങ്ങളുടെയും ഒക്കെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ചെറിയൊരു കപ്പേളയും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് അവിടെ എന്തോ ഒരു പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു മലയുടെ പേര്, ആ സ്ഥലത്തിൻ്റെ പേര് എന്നാന്ന് ഞാൻ കൃത്യമായിട്ട് നോക്കിയില്ല കേട്ടോ. ഈ ഒരു മലയുടെ എനിക്ക് തോന്നുന്നു മുണ്ടംമുടി എന്നൊന്നും എനിക്ക് തോന്നുന്നു ഈ ഒരു മലയുടെ പേര്. അങ്ങനെയാണ് അവിടുന്ന് പറഞ്ഞു കേട്ടത്. അപ്പോൾ അതിൽ ഈ ഇവിടെ ബസ്സിൻ്റെ ബോർഡുകളിലൊക്കെ ഇങ്ങനെ മുണ്ടംപടി, അത് കഴിഞ്ഞ് വെൺമണി കഴിഞ്ഞ് പഴയരിക്കണ്ടം, അത് കഴിഞ്ഞ് കഞ്ഞിക്കുഴി, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 3-4 സ്ഥലങ്ങൾ കൂടിയാണ് നമ്മൾ ഈ ഒരു റൂട്ടിൽ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇവിടെ ഇഷ്ടംപോലെ KSRTC ബസ്സുകൾ ഇതിൽ ഓടുന്നുണ്ട്. അതുപോലെ കുറേ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഓടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ യാത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നേരത്തെയൊക്കെ ഈ ഒരു വഴിക്ക് വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതാണ് വെൺമണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ എത്തിയേക്കണം കേട്ടോ.
എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നു 1983 മറ്റോ, അതായത് എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ പഴയരിക്കണ്ടത്ത് പറഞ്ഞ ഒരു സ്ഥലത്തൊരു സ്കൂളുണ്ടായിരുന്നു. അങ്ങോട്ട് മാറ്റം കിട്ടിയപ്പോൾ ഞാൻ ഈ ഒരു വഴിക്ക് വന്നിട്ടുള്ളതായിട്ടൊരു ചെറിയൊരു ഓർമ്മയുണ്ട്. അന്ന് നമ്മൾ ചെറുതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതൊന്നും കൃത്യമായിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു കുറേ ഈ പറഞ്ഞ പോലെ കുറേ കുന്നും മലകളും മാത്രം. അന്ന് ഈ കൃഷിയും കാര്യങ്ങളൊക്കെ വളരെ ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ആ രീതിയൊക്കെ മാറി ശരിക്കും ഒരു നാട്ടിൻപുറം ആയി മാറിയിരിക്കുകയാണ് ഈ മലയുടെ ശരിക്കും ഈ പ്രാന്തപ്രദേശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇതുപോലെ ഒരു മലയിലൊക്കെ ഇത്രയും ഇതൊക്കെ ഉണ്ടാവുകയെന്ന് പറഞ്ഞാൽ നമ്മൾ അടിമാലി അല്ലെങ്കിൽ കട്ടപ്പനയൊക്കെ സൈഡിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഉള്ള അതേപോലെയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇവിടുന്ന്, അതായത് വണ്ണപ്പുറത്തു നിന്നാണ് ഈ ഒരു കയറ്റം. വണ്ണപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കയറ്റം തുടങ്ങിയതാണ്. അതായത് കുറേ ഇടയ്ക്ക് ചെറിയ ചെറിയ ഇറക്കങ്ങൾ വരും. പക്ഷേ ഇറക്കങ്ങൾ തന്നെ ചെന്ന് നിൽക്കണ വലിയ വലിയ കയറ്റങ്ങളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം നല്ല സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ച് പോയാൽ മാത്രമാണ് ആ ചില കയറ്റമൊക്കെ കയറി പോകുള്ളൂ. അങ്ങനെയുള്ള കുറേ ഇതൊക്കെ ഉണ്ട്. ഏതായാലും ടൂറിസ്റ്റുകൾ ഇതിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറേ കാറുകളൊക്കെ ഇതിലിപ്പോൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സ്ഥലങ്ങൾക്ക് കൂടുതൽ കുറേ വികസനങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഞാൻ പണ്ട് വന്ന ഒരു രീതിയൊന്നുമല്ല. ഇപ്പോൾ എല്ലായിടത്തും ചെറിയ ചെറിയ കടകളുണ്ട്, ചായക്കടകളുണ്ട്, അങ്ങനെയുള്ള ഓരോ കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലത്തെ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള താഴ്വാരങ്ങളുടെയും ഒക്കെ കാഴ്ചകൾ ഞാൻ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിലേക്ക് നമ്മൾ എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും അതിമനോഹരമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ്. അതേ ഈ റൂട്ടിലേക്ക് ശരിക്കും ബസ്സുകളുള്ളത് തൊടുപുഴയിൽ നിന്നാണ് കേട്ടോ. തൊടുപുഴയിൽ നിന്ന് വണ്ണപ്പുറം വഴിയാണ് ബസ്സുകളെല്ലാം പോരുന്നത്. അപ്പോൾ ഒന്നുമില്ല, തൊടുപുഴ ഒന്നിച്ച് പോരുക, അല്ലെങ്കിൽ വണ്ണപ്പുറത്ത് ഒന്നിച്ച് ആ ബസ് കിട്ടാൻ കാലത്ത് തന്നെയാണെങ്കിൽ 5:40 ആദ്യത്തെ ബസ്, KSRTCയുടെ ആദ്യത്തെ ബസ് ഈ വഴിക്കുള്ള വരുന്നത്. അത് കഴിഞ്ഞ് 5:40 ബസ് കഴിഞ്ഞ് പിന്നെ 6:30 ഒരെണ്ണമുണ്ട്. അത് മിക്കവാറും ചില ദിവസങ്ങളിലെ ക്യാൻസലേഷൻ ആയിരിക്കും. അത് ചെറുതോണി വരെയുണ്ട്. 5:40 ബസ് ചേലച്ചോട് വരെയാണുള്ളത്. അത് കഴിഞ്ഞ് 6:50 മിക്കവാറും ആ ഒരു ബസ് കളക്ടറേറ്റിൽ എന്ന് പറഞ്ഞ ബോർഡ് വെച്ച് പോകുന്ന ഒരു ബസ്സാണ്. അപ്പോൾ ഈ 6:30 ക്യാൻസൽ ചെയ്തിട്ട് അതിൻ്റെ ആളുകൾ കൂട്ടി മിക്കവാറും ഈ 6:50 ബസ്സായിരിക്കും കൂടുതൽ KSRTC ഓപ്പറേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ഓർഡിനറി ബസ്സല്ല കേട്ടോ. വേറെ സൂപ്പർ ക്ലാസ് ബസ്സുകളോ അല്ലെങ്കിൽ ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് അങ്ങനെയുള്ള ബസ്സുകളൊന്നും ഈ റൂട്ടിൽ ഓടുന്നില്ല. സാധാരണ എല്ലാ ഓർഡിനറി ബസ്സുകൾ. പക്ഷേ വലിയ അത്യാവശ്യം സ്പീഡിൽ തന്നെ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 6:50 പോയിച്ച് ഏകദേശം 10 മണി 9:45 ആകുമ്പോഴത്തേക്ക് ഈ വണ്ടി ചെറുതോണി ചെല്ലണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും വണ്ടികൾ പോകുന്നത്. നമ്മൾ വരുന്ന ഇത് പഴയരിക്കണ്ടെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. പഴയരിക്കണ്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് വരുന്നത് കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. കൃത്യമായിട്ട് എനിക്കറിയില്ല. അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചേലച്ചുവടിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇതാണ് കഞ്ഞിക്കുഴിയിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അപ്പോൾ ആ ടൗണുകളുടെ മാത്രം ഒരു കാഴ്ചകളിലേക്കും കൂടെ വന്നിരിക്കുകയാണ്. ഏതായാലും എൻ്റെ ആ സൈഡിൽ അതിരിട്ട് മലകളുടെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. അങ്ങനെ ചെയ്താണ് ചേലച്ചുവട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ചേലച്ചുവടിയിൽ നിന്ന് ഇനി ഉള്ള യാത്രകളുടെ വീഡിയോകൾ വേറൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം ഇത് അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.